ഉദ്ധരിച്ച വയുർവാ എന്ന് നിങ്ങൾ വായിച്ചതല്ലാതെ അർത്ഥം നിങ്ങൾ പറയാതെ തടിയൂരിയതായിരുന്നു. പിടികൂടി, നിങ്ങളുടെ കബളിപ്പിക്കൽ എടുത്തു കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ മിണ്ടിയിട്ടില്ല. മാത്രമല്ല ഖുർആൻ കൽപ്പിച്ചു റസൂലുള്ളാഹിനെ വിളിച്ച് തേടണം എന്ന് ഖുർആൻ കൽപ്പിച്ചു എന്നതിന് നിങ്ങൾ കള്ളം പറഞ്ഞിട്ട് ആ കള്ളം സ്ഥാപിക്കാൻ രേഖയാക്കാൻ നോക്കിയവരായത്തുണ്ടായിരുന്നു. വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ആയത്ത് റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടാൻ തെളിവാക്കുന്ന മുസ്ലിയാരോട് ഒരു ചോദ്യവും ചോദിച്ചിരുന്നു. ആ ചോദ്യം എന്താണ്? എങ്കിലെത്ര സഹാബികൾ ഈ പണിക്ക് പോയിട്ടുണ്ട്, നിങ്ങൾ ഉദ്ധരിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഒരു മറുപടിയും തന്നിട്ടില്ല. ആ ചോദ്യവും ഇൻഷാ അല്ലാഹ് CD ഇറങ്ങുമ്പോൾ നിങ്ങൾക്കതിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തതാ സ്വഹാബാക്കളിൽ അതാ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോ ഈമാൻ ഉറക്കാത്ത ചില കക്ഷികൾ അവരുടെ പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോ നബി തങ്ങളുടെ സമീപത്തേക്ക് പോയിട്ടല്ലേ വിധി തേടേണ്ടത്? അവിടുത്തോടല്ലേ മുശാവറ നടത്തേണ്ടത്? അവിടുത്തോടല്ലേ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ജീവിതകാലത്ത്? അതിനല്ലേ ഖുർആനിന്റെ കൽപ്പന. അങ്ങനെ ചെയ്യാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വിധി അന്വേഷിച്ച് പോകാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജൂത നേതാവിന്റെ അടുത്തേക്ക് വിധി തേടിക്കൊണ്ട് ചില ആളുകൾ പോയപ്പോ അത് ഹബീബിന്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ്, അവിടുത്തെ മനസ്സിലുണ്ടാക്കിയ സങ്കടം എത്രയാണ്. അതുകൊണ്ട് ഈ പണി ചെയ്ത മുനാഫിക്കീങ്ങളില്ലേ, അവർക്ക് ആ തെറ്റിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകുന്നതിന് പകരം ജൂത നേതാവിന്റെ അടുത്തേക്ക് വിധി തേടി പോവുക എന്ന അബദ്ധം അവർ ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് ഇനി അവർക്ക് മോചനം കിട്ടണമെങ്കിൽ അവരവരുടെ വീട്ടിലിരുന്നിട്ട് വെറും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ. വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക, നിന്റെ അടുക്കലേക്ക് അവർ വരട്ടെ, എന്നിട്ട് ഫസ്തഗ്ഫിറുല്ലാഹ്, അവരല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂലിന് അവരോട് മനസ്സിൽ ഒരു വിദ്വേഷവുമില്ല, അവരോട് വെറുപ്പില്ല, അവരോട് പൊരുത്തപ്പെട്ടിരിക്കുന്നു, അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്നതിന്റെ ലക്ഷണമായി കൊണ്ട് അല്ലാഹുവിന്റെ റസൂലും അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുകയാണെങ്കിൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹുവിനെ അവർക്ക് തൗബ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായി കൊണ്ട് കണ്ടെത്താവുക തന്നെ ചെയ്യുന്നതാണ്. ഇതാണ് ഖുർആനിൽ പറഞ്ഞത്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹയാത്ത് കാലത്തേക്കാണ് ബാധകം. വലൗ അന്നഹും ഇദാ ളലമു, അവർ അക്രമം പ്രവർത്തിച്ചാൽ എന്നല്ല, പ്രവർത്തിച്ചാരേ അഥവാ അവരിൽ നിന്ന് ഒരു അക്രമം വന്നുപോയപ്പോൾ, അഥവാ കഴിഞ്ഞുപോയ മാളിയായ ഒരു കാര്യമാണ്. ഇനി ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിൽ നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചാൽ ഉടനെ ഹബീബിന്റെ അടുത്തേക്ക് പോയിട്ടില്ലെങ്കിൽ അല്ലാഹു പൊറുക്കൂല കേട്ടോ എന്ന് പറയുന്ന ആശയം അത് ഇസ്ലാമികമായ ആശയമല്ല. മനസ്സിലാക്കണം. മുസ്ലിയാർ പറയുന്നത് എന്താണ്? അത് ഇന്നും ബാധകമാണ്. ഇന്നും തെറ്റ് ചെയ്തവരൊക്കെ മദീനത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് വിളിക്കണം, അല്ലെങ്കിൽ മദീനത്തേക്ക് പോകണം. എന്താ അല്ലാഹുവിന്റെ റസൂൽ ഇപ്പോഴും റസൂലല്ലേ? എന്താ അവിടേക്ക് പോകാൻ ഇന്നും കഴിയൂലേ? അതുകൊണ്ട് ജാഊക പോയേ പറ്റൂ. അതുകൊണ്ട് ഇർതകബത്തു ചൊല്ലാത്തവൻ മുനാഫിഖാണെന്ന് എത്ര സ്റ്റേജുകളിൽ ഈ മുസ്ലിയാർ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ പോകൽ അനിവാര്യമാണെന്നാണല്ലോ വന്നത്. എങ്കിൽ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ പരമ്പര തുടങ്ങുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം സഹാബിമാരിലേക്കല്ലേ മുട്ടുന്നത്? എത്ര സഹാബിമാര് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം അവരുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചപ്പോ ഖബറിടത്തിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ അടുത്തേക്ക് ഏത് സഹാബിയാണ് പോയത്? പറയുമ്പോ നിങ്ങളുടെ തൊള്ള പോരാ. അൽഇസ്നാദു മിനദ്ദീൻ, പരമ്പര വേണം കേട്ടോ. കുറ്റമറ്റാത്ത, പൊരുത്തം
തെറ്റും സംഭവിച്ചിട്ടില്ലാത്ത നിലക്ക്, ന്യൂനതകളില്ലാത്ത നിലക്ക് ഹദീസിന്റെ നിദാന ശാസ്ത്ര പണ്ഡിതന്മാര് മുസ്ലിം ലോകത്തൊന്നാകെ അംഗീകരിക്കുന്ന നിലക്കുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തെളിയിക്കണേ. അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം ഏതു സഹാബിയാണ് അബദ്ധം സംഭവിച്ചപ്പോ പുറത്തു കെട്ടാൻ ഖബറിടത്തിലേക്ക് പോയത്? ഇല്ല. അപ്പൊ സഹാബത്തിനൊന്നും തിരിഞ്ഞില്ല. അങ്ങക്കാ തിരിഞ്ഞത്? പിൽക്കാലക്കാർക്കാണോ തിരിഞ്ഞത്? പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്തവരൊക്കെ എന്ത് ചെയ്യണം? മദീനത്തേക്ക് വിളിക്കണം. എങ്കിൽ നിങ്ങളുടെ തൗബയുടെ ഗ്രന്ഥങ്ങൾ മാറ്റി എഴുതൂ. നിങ്ങളുടെ മദ്രസകളിൽ കുട്ടികളെ പോലും നിങ്ങൾ പഠിപ്പിക്കുന്ന തൗബയുടെ ഷർത്തുകൾ എത്രയാണ്? നിങ്ങളിപ്പോ പറയുന്നതിന്റെ ചുരുക്കം എന്താണ്? നമ്മളിൽ എന്ത് തെറ്റ് സംഭവിച്ചാലും എന്ത് ചെയ്യണം? യാ റസൂലല്ലാഹ്, യാ നബി അല്ലാഹ്, അള്ളാന്റെ റസൂലിനെ വിളിച്ചേ പറ്റൂ, അവിടുത്തോട് റെക്കമെൻഡ് ചോദിച്ചേ പറ്റൂ. ഇതല്ലേ നിങ്ങളുടെ ആശയം? എവിടുന്ന് കിട്ടി ഈ ആശയം? ഓ പ്രിയപ്പെട്ടവരെ, എങ്കിൽ നിങ്ങൾ ഇന്നൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് പൊറുക്കണമെങ്കിൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും എന്തു ചെയ്യണം? മദീനത്തേക്ക് പോകണമല്ലേ? എങ്കിൽ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തൗബയുടെ ഷർത്തുകൾ എണ്ണിയെടുത്ത് അതും കൂടെ എഴുതി ചേർക്കണമെന്ന് നിങ്ങളുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിനോട് പറയട്ടെ. ഏത് വിദ്യാഭ്യാസ ബോർഡായാലും തരക്കെടില്ല. നിങ്ങളോട് പറയുന്നു, ഇനി ഇറക്കുമ്പോ നിങ്ങൾ ഒരു നിബന്ധന കൂടി എഴുതി ചേർക്കണം. എന്താ? നമ്മുടെ തെറ്റുകൾ പൊറുക്കണമെങ്കിൽ അള്ളാന്റെ റസൂലിനോട് പറയണം. എന്തേ നിങ്ങൾ എഴുതാത്തത്? ഇത് പറയുന്നതിൽ വിശ്വാസമല്ല അല്ലേ? ഇത് വെറുതെ പറയുന്നതാണല്ലേ? അപ്പോ അതിന് നിങ്ങൾക്ക് രേഖയില്ല. എന്താ നിങ്ങൾ മറുപടി പറയാത്തത്? പറഞ്ഞോളണം ഇതിനുള്ള മറുപടി. മാത്രമല്ല